പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഹാംസ്റ്റർ കൊമ്പത്തിൻ്റെ ഒരു അപ്ഡേഷൻ, അതായത് ഡെയിലി 5 മില്യൺ പോയിൻ്റ് കിട്ടുന്നതിൻ്റെ ഒരു അപ്ഡേഷനാണ്. കാരണം അത് ചിലരൊന്നും ചെയ്യണില്ല, ചിലരൊന്നും അറിയണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കോയിന് ഒറ്റയടിക്ക് ചെറിയൊരു പ്രൊജക്റ്റിലൂടെ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാൽ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഓൾറെഡി. ഈ ഒരു 4 സെക്ഷനിൽ ഏതെങ്കിലുമാണ് അവരെന്ത് ചെയ്യുക പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ഫോളോ ചെയ്തിട്ട് കാര്യങ്ങളൊന്ന് നന്നായിട്ട് ചെയ്യുക. അപ്പോൾ വെറുതെ കിട്ടുന്ന പോയിൻ്റ് എന്തായാലും ആരും കളയണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു 3 സെക്ഷനാണ്. 3 ഇത് കിട്ടിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ സ്പെഷ്യലിൽ ന്യൂ കാർഡിലായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ന്യൂ കാർഡിലില്ല. പിന്നെ നെക്സ്റ്റ് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി മൈ കാർഡിലും കിടപ്പില്ല. അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാവുക അപ്പോൾ അടുത്തത് അതിൽ ഇന്നത്തെ ഒന്നാമത്തത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ അതായത് ലീഗൽ എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈസൻസ് ഓഫ് ഏഷ്യ എന്നുള്ളതായിരിക്കും. എൻ്റെത് ഓൾറെഡി ലോക്കല്ല, ഓപ്പൺ ആണ്. ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് ആ ഒരു പ്രൊജക്റ്റ് ലോക്കാണെന്നുണ്ടെങ്കിൽ SE ട്രാൻസ്പെറൻസി 10 ലെവലായാലേ ഈ ഒരു ലൈസൻസ് ഓഫ് നോർത്ത് അമേരിക്ക ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ ഈ SEC ട്രാൻസ്പെറൻസി എവിടെയാണ് നോക്കുക, എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുക ആദ്യം. എന്നിട്ട് 10 ലെവലിലേക്ക് കൊടുത്താൽ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാകും. അങ്ങനെയാണ് ഇത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടാസ്ക് ഒന്ന് ലീഗലിൽ വരുന്നത് മറ്റേ ഇതാണ് ലൈസൻസ് ഓഫ് ഏഷ്യ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. അതായിരിക്കണം, അത് 90% കണ്ട. ഓക്കെ, അപ്പോൾ അത് 1 ആയിട്ടുണ്ട്. ഡെയിലി കോമ്പോയിൽ 3 എണ്ണമാണ് ടോട്ടൽ വരിക. അതിൽ 1 ആയിട്ടുണ്ട്. ഇനി 2 എണ്ണം പെൻഡിങ് കിടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് PR ടീമിലായിരിക്കും നെക്സ്റ്റ് ഉണ്ടാവുക. ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, PR ടീമിൽ വരുന്നത് നമ്മളെ ബ്ലോക്കിംഗ് സസ്പീഷ്യസ് അക്കൗണ്ട്സ് ഇതിലാണ് വരുന്നത്. അപ്പോൾ അതായത് നമ്മൾ PR ടീം എടുക്കുക, അതിൽ ഈ ഒരു ആക്ഷൻ, അതായത് ബ്ലോക്കിംഗ് സസ്പീഷ്യസ് അക്കൗണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തത്. അത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ ആയിട്ടുണ്ട്. ഇനി 3ാമത്തത് വരുന്നത് മാർക്കറ്റിലുണ്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. 3ാമത്തേത് ഇതിലല്ലോ. ഓക്കെ, 3ാമത്തത് വരുന്നത് ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ അത് ഓൾറെഡി മാർക്കറ്റിലാണുള്ളത്. അതേപോലെ തന്നെ എൻ്റെ അത് ലോക്കാണ്. അപ്പോൾ ഇനി ഇത് ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു 20 ലെവൽ 9 ലെവലിൽ വരണം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടോ താഴത്ത്, ഇത് ഓൾറെഡി ലോക്കാണ്. ഈ ഒരു ഇത് ലോക്കാണ്. അപ്പോൾ ഇനി ഇത് ലോക്ക് ആവുകൊണ്ടാണ് ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം. ഇനി ഇത് ഓപ്പൺ ആക്കണം. ഇത് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു 20 അത് 9 ലെവലിലേക്ക് ചെല്ലണം. അതായത് ഇവിടെ മാർജിൻ ലെവൽ ഇത് ഓൾറെഡി അതും ലോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉള്ള മാർജിൻ ട്രേഡിംഗ് 20 അത് ഓൾറെഡി ലോക്കാണ്. ഓക്കെ, ഇതാണ് ഓൾറെഡി ലോക്കാണ്. അപ്പോൾ ഡെറിവേറ്റീവിന് അത് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ മാർജിൻ ട്രേഡിങ് 10, അതായത് മാർജിൻ ട്രേഡിംഗ് ഇൻറ്റു 10 എന്നുള്ള ഇത് ഓപ്പൺ ആക്കണം ആദ്യം. അത് ഓപ്പൺ ആകണമെന്നുണ്ടെങ്കിൽ ഷിറ്റ് കോയിന് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, 5 ലെവലിലേക്ക് എത്തണം.
ഷിറ്റ് കോയിൻ ഓൾറെഡി എൻ്റെ ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഓപ്പൺ ആണ്, ഇത് 5 ലെവലിലേക്ക് ആക്കണം. അപ്പോൾ 1ാമത്തെ ലെവലിലാണ് കിടക്കുന്നത്, അത് 5ാമത്തെ ലെവലിലോട്ട് കിടത്തണം. അപ്പോൾ അതെന്ത് ചെയ്യണം, ഈ 5.51 പോയിൻ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് 2ാമത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇത് 2ആയി. ഇനി 3ാമത്തെ ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ 7757 പോയിൻ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ 1 മണിക്കൂറിൽ 723 കോയിന് നമുക്ക് കിട്ടും 1 മണിക്കൂറിൽ പ്രോഫിറ്റായിട്ട്. അപ്പോൾ 24 മണിക്കൂർ തൊട്ട് തന്നെ നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൂടുതൽ ഏൺ ചെയ്യാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്താൽ കൂടുതൽ ഏൺ ചെയ്യാം. അപ്പോൾ ഇത് 3ാമത്തെ, ഇത് 5 ലെവലാണ് ചെയ്യേണ്ടത്. എന്നാലേ എനിക്ക് ട്രേഡിംഗ് ലെവൽ 10 ഓപ്പൺ ആയി കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 20 ഓപ്പൺ ആക്കി പിന്നെ 30 ഓപ്പൺ ആക്കണം. ഓക്കെ, അപ്പോൾ അത് ചെറിയൊരു നെറ്റ്വർക്കിൻ്റെയും ഇതിൻ്റെ ഒരു അപ്ഡേഷനും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ ഷിറ്റ് കോയിന് 5ാമത്തെ ലെവൽ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈഡ് ചെയ്യാതെ തന്നെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ, കാരണം ചെയ്യുന്നത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ നെറ്റ്വർക്ക്, അതെ, ഇത് ഓപ്പണായി. ഇപ്പോൾ ഇത് 5 ലെവൽ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട് ഓൾറെഡി. ഇത് നേരത്തെ ലോക്കായിരുന്നു, അതായത് ട്രേഡിംഗ് മാർജിൻ × 10. ഇനി അത് ഓപ്പൺ ആക്കണമെന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് 20 ഓപ്പൺ ആക്കേണ്ടത്. ഓക്കെ, 20 ഓപ്പൺ ആക്കിയാൽ നമുക്ക് ഈ ഡെറേറ്റീവ്സ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇന്നത്തെ 3ാമത്തെ കോംബോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ആദ്യം കംപ്ലീറ്റ് × 10 ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മാർജിൻ ട്രേഡിങ് × 10 എന്നുള്ളത് 10 ലെവലിൽ 5 ലെവലിൽ വന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഈ 20 ഓപ്പൺ ആവുള്ളൂ, ഇത് ഓപ്പൺ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 0 ലെവലിലാണ് കിടക്കുന്നത്. ഇതിൽ 2500 കോയിൻ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 275 കോയിന് 1 മണിക്കൂറിൽ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ 5 എണ്ണം ചെയ്താൽ തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് 1 മണിക്കൂറിൽ കിട്ടും. അതായത് എൻ്റെ ഒരു അക്കൗണ്ടിൽ 1 മണിക്കൂറിൽ 1 ലക്ഷം, ചിലതിൽ 4 ലക്ഷം, അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് പറ്റും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിത് ഒന്ന് മിനിമൈസ്, അതായത് വീഡിയോ എടുക്കണമെന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ 10, ഇത് പലർക്കും പലതായിരിക്കും ലോക്കായിട്ട് കിടക്കുന്നുണ്ടാകുക. അതെന്താണോന്ന് നോക്കിയിട്ട് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ബോട്ടിൽ മെസ്സേജ് വിട്ടാൽ മതി. അപ്പോൾ അത് ഡയറക്റ്റ് മെസ്സേജിന് റിപ്ലൈ നിങ്ങൾക്ക് തന്നോളും. ഓക്കെ, ഞാനിതൊന്ന് ഇപ്പോൾ ഇവിടെ 4 എണ്ണം ആയിട്ടുണ്ട് × 10. ഇനി അത് ഓപ്പൺ ആക്കിയാൽ 5ാമത്തെ കൊടുത്താൽ ഇവിടെ എന്ത് ചെയ്യും, ഈ 20 ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത് 5 ലെവലായി. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയി കണ്ടോ. ഇനി ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഡെറേറ്റീവ്സ്, അതായത് ഇത് ഓപ്പൺ ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെറേറ്റീവ്സ് ഓൺ ആവുള്ളൂ. ഇതാണ് ഇന്നത്തെ കോമ്പൗണ്ട് ഒന്ന്. അതായത് മറ്റേ ഇത് 9 ലെവൽ, അതായത് മാർജിൻ ട്രേഡിംഗ് × 20 9 ലെവൽ വരണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, ഡെറേറ്റീവ്സ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 1 ഇത് പോണത്. അപ്പോൾ ഞാൻ അതായത് ഒന്ന് മിനിമൈസ് ചെയ്യാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ടൈം കാണിച്ചു തരാം. നിങ്ങൾ ഇതേപോലെ 9 വട്ടം ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ അവിടെ ലോക്കായി കാണിക്കുന്നത് അത് ചെയ്തിട്ട് ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ 1 ആയി. ഇനി കുറച്ച് 8 എണ്ണം ആയിട്ടുണ്ട്. ഇനി 9ാമത്തെ ഒന്ന് ചെയ്യുകയാണ്. 21000 കോയിന് കൊടുത്ത് 601 കോയിന് മണിക്കൂറിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടോ, നമുക്ക് ഇത് 9 ലെവലായി. അപ്പോൾ നമുക്ക് ഡെറേറ്റീവ്സ് ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് ലോക്കായി കിടക്കുന്നത് ഒന്ന് ഓപ്പൺ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് എഴുതിയിട്ടുണ്ടാവും എന്താണോ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളത്. ഓക്കെ,
അപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഇന്നത്തെ 3ാമത്തെ ടാസ്കിൽ വരുന്നതാണ് ഡെറേറ്റീവ്സ്. നമുക്കത് പ്രസ് ചെയ്താൽ നമുക്ക് ഇനി 50,000 അതായത് 5 മില്യൺ കോയിന് കിട്ടും. നെറ്റ്വർക്കൊന്ന് സമ്മതിക്കണ്ടേ? ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം എത്ര കിട്ടിയിട്ട് എന്നുണ്ടത്. ഓക്കെ, ഇത് എത്ര ദിവസം ഇങ്ങനെ പ്രൈസ് കിട്ടും എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം, പറ്റുന്ന അത്രയും കോയിൻസ് ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, എല്ലാവരും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. കാരണം ഇതിൽ ഓരോന്നും ഓപ്പൺ ആക്കേണ്ടത് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതിൽ തന്നെ എനിക്ക് 1 മണിക്കൂറിൽ കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് കിട്ടുന്ന കോയിൻസാണ് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, 1 മണിക്കൂറിൽ 95,000 കോയിന്, അതായത് 1,00,000 കോയിൻ്റെ അടുത്ത് എനിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യണമെന്നൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, അതായത് ഇവിടെ ഇപ്പോൾ എങ്ങനെ ഇത് ബൂസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ 37,333 ടോക്കൺ അങ്ങോട്ട് കൊടുത്താൽ അവരെന്ത് ചെയ്യും, നമുക്ക് 1 മണിക്കൂറിൽ 1,400 കോയിൻ വെച്ച് റിട്ടേൺ തരും. അതായത് 24 മണിക്കൂറിൽ തന്നെ നമ്മൾ ഈ കൊടുത്ത എമൗണ്ടിൻ്റെ ആവറേജ് നമുക്ക് കിട്ടും. പിന്നെ പിറ്റേ ദിവസം മുതൽ പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് കൊടുക്കണോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും, അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ വ്യത്യാസം വന്നു, 95 ഇപ്പോൾ 97. അപ്പോൾ ഇങ്ങനെ വ്യത്യാസം വരുന്നത് എല്ലാവരും പരമാവധി ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൽ ഡെയിലി റിവാർഡ് ഉണ്ട്, അതും എല്ലാവരും ക്ലെയിം ചെയ്യുക. കാരണം ലാസ്റ്റ് 10ാമത്തെ ദിവസം കിട്ടുന്ന 5 മില്യൺ കോയിനാണ്. അപ്പോൾ ഇതൊന്നും ആരും കളയണ്ട. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ചെയ്യുക. ഓക്കെ.